ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിത്യജീവൻ ശുശ്രൂഷകരെ, ദൈവാനുഗ്രഹത്തിൻ്റെ കൃപയിലേക്ക് നമ്മൾ നടക്കാനായിട്ട് ഒരുങ്ങുന്നൊരു സമയമാണ് നോമ്പ് കാലഘട്ടം. തീർച്ചയായിട്ടും നോമ്പ് കാലഘട്ടത്തിൻ്റെ ഒരു ഒരുക്ക കാലഘട്ടത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുങ്ങുകയാണ്. മാനസികമായും ശാരീരികമായിട്ടും അതുപോലെ തന്നെ ഭൗതികവും ആത്മീയവുമായിട്ടും ദൈവത്തിൽ ആഴപ്പെടാൻ ദൈവം തരുന്ന 50 ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് നോമ്പ് കാലഘട്ടം. നോമ്പെടുക്കുക എന്നൊരു മറ്റൊരു വാക്കുകൂടിയും നോമ്പിനുണ്ട്. തീർച്ചയായിട്ടും ഈ 50 ദിനരാത്രങ്ങളിൽ 5 വിധത്തിൽ നമ്മുടെ ഒരുക്കങ്ങളെ നമുക്ക് ഒരുക്കാമെന്ന് ചിന്തിക്കുകയാണ്. പ്രത്യേകിച്ച് നിത്യജീവൻ എന്നത് ഒരു ഒരുക്കത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ദൈവജനത്തിന് ദൈവം നൽകുന്ന ഒരു പൂർത്തീകരണമാണ് സ്വർഗലബ്ധി അല്ലെങ്കിൽ നിത്യജീവൻ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഈ നിത്യജീവൻ ശുശ്രൂഷകർക്ക് ഈ 50 ദിനരാത്രങ്ങൾ ഏറ്റവും ഒരുക്കത്തിൻ്റെയും ഏറ്റവും പരിശുദ്ധിയുടെയും കാലഘട്ടമായി മാറട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ 5 ഒരുക്കങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ഒന്നാമത്തെ ഒരുക്കം വിശ്വാസത്തിൻ്റെ ഒരുക്കമാണ്. ഈ 50 ദിനരാത്രങ്ങൾ നമുക്കൊരു വിശ്വാസത്തിൻ്റെ ഒരുക്കത്തിലൂടെ കടന്നു പോകാം. രണ്ടാമത്തത് പ്രാർത്ഥനയുടെ ഒരുക്കമാണ്. ഈ കാലഘട്ടങ്ങൾ എത്രമാത്രം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങാമെന്ന് ചിന്തിക്കാം. അങ്ങനെ ചില നിലപാടുകൾ എടുത്തുകൊണ്ട് നമ്മെ തന്നെ ഒരുക്കാം. മൂന്നാമത്തത് പരിഹാരത്തിൻ്റെ ഒരുക്കമാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലും അതിനു മുമ്പുമുള്ള ചില കുറവുകളെ പരിഹരിക്കാൻ ഈ കാലഘട്ടം നമുക്ക് വ്യക്തതയോടെയും നിശ്ചയദാർഢ്യത്തോടും കൂടി ഒരുങ്ങാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നാലാമത്തത് വിശുദ്ധ ജീവിതം കൊണ്ടുള്ള ഒരു ഒരുക്കമാണ്. വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഒരുക്കത്തിൻ്റെ കാലഘട്ടമായിട്ട് ഈ കാലഘട്ടത്തെ അത് ഭാവി കാലഘട്ടത്തെ ഏറ്റവും പരിശുദ്ധമാക്കാൻ ഈ വിശുദ്ധ കാലഘട്ടം നമ്മെ സഹായിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അഞ്ചാമത്തത് നിത്യതയിലേക്കുള്ള ഒരുക്കം. ഈ ഒരുക്കങ്ങളെല്ലാം നമ്മൾ എത്തിക്കുന്നത് നിത്യകാലത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് കൂടെ വസിക്കാൻ ദൈവം തരുന്ന ഒരു ഒരുക്കത്തിൻ്റെ കാലഘട്ടം. ഈ 5 കാലഘട്ടങ്ങളിലൂടെ നമുക്ക് ഇന്ന് ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവവചനത്തിൻ്റെ ആഴത്തിലൂടെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കാനായിട്ട് ഒരുങ്ങാം. ഒന്നാമത്തത് വിശ്വാസത്തിൻ്റെ ഒരുക്കമാണ്. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടം അനേകം ദേവാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങളിലേക്കും ഒത്തിരി ജനം വന്നുകൂടുന്ന സമയം. കാരണം ദൈവജനത്തിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ദൈവം തന്നെ ദൈവജനത്തിന് നൽകുന്ന ഒരു ഈറ്റുനോവുകളുടെ അപ്പുറം കിടന്ന് നോവെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനം കൂടിയാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് ഈ വിശ്വാസത്തിൽ നമുക്ക് ഒരുങ്ങണമെങ്കിൽ അതിലും 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടക്കണം. ഈ നോമ്പ് കാലഘട്ടങ്ങൾ ഇനിയുള്ള കാലഘട്ടത്തിൻ്റെ ഒരു പ്രഖ്യാപനത്തിൻ്റെ കാലഘട്ടമായിട്ട് മാറണം. രണ്ടാമത്തത്, വിശ്വാസം ജീവിക്കുന്ന ഒരു കാലഘട്ടം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന വിശ്വാസ പ്രഖ്യാപനങ്ങൾ, അതിനുള്ള ഒരുക്കങ്ങൾ നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറണം. മൂന്നാമത്തത്, വിശ്വാസം പകർന്ന് കൊടുക്കാൻ പറ്റണം. ഈ ഒരു നോമ്പ് കാലഘട്ടം നമ്മുടെ തലമുറകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വസിക്കുന്നവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കാനുള്ള ഒരു കാലഘട്ടമായിട്ട് മാറണം. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഒന്നാമത്തെ കാര്യം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. വിശ്വാസം പ്രകടിപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ മലയാറ്റൊരു മല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ത്യാഗപൂർവമായിട്ട് മല മുകൾ കയറി നമ്മൾ ഈ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അതൊരു പ്രകടനമാണ്. എന്നാൽ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ആ ഒരു പോകുന്ന വഴികളിൽ യേശുവിൻ്റെ മനോഭാവം എത്രമാത്രം സ്വീകരിക്കുന്നു എന്ന് ചിന്തിക്കണം. അനേകർ മല കയറുന്നു, ചിലർ ചില നിയോഗത്തിൻ്റെ പൂർത്തീകരണത്തിന് പേര് കയറും, ചിലർ ഒരു രസത്തിന് വേണ്ടി കയറുന്നു, ചിലർ എന്തോ ഒരു കൂട്ടായ്മ പോകുന്നത് കൊണ്ട് അവിടെ കയറി പോകുന്നു. എന്നാൽ ആ 12, 14, 15 സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനോഭാവം എപ്രകാരമാണ്? ഈശോയുടെ മനോഭാവത്തെ സ്വീകരിക്കാൻ ഈ ഒരു വിശ്വാസ പ്രകടനത്തിന് കഴിയുന്നുണ്ടോ? പ്രഖ്യാപനത്തിന് കഴിയുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ മാർത്തോമാ ശ്ലീഹ വിശ്വാസികളായ കേരളത്തിലെ മർത്തോമ ക്രിസ്ത്യാനികൾ തോമാസ് ശ്ലീഹ സ്ഥാപിച്ച സ്ഥലങ്ങളിലേക്ക് കയറുന്നതും യാത്ര ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്, തീർത്ഥയാത്ര. എന്നാൽ അവിടേക്കും വിശ്വാസം പ്രഖ്യാപിക്കപ്പെടുന്നുണ്ടോ? അവിടെ ആ ഒരു ശ്ലീഹായിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ആഴം ഇന്ന് സഭയിൽ വർദ്ധിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒത്തിരി തിരുനാളുകളുടെ സമയമാണ്. വിശ്വാസം പ്രഖ്യാപിച്ച വിശുദ്ധര് ജീവിതം കൊണ്ട് വിശ്വാസത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്ത അവരുടെ ത്യാഗപൂർവമായ ജീവിതത്തെ നമ്മൾ ഒത്തിരി ആഘോഷിച്ച് അതിനെ ഛിന്ന ഭിന്നമാക്കി കഴിഞ്ഞിട്ട് ഈ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോ ചോദിക്കുക, അവർ സഹിച്ചത് ഈ വിശ്വാസത്തെ നിലനിർത്താനല്ലേ?
അതുകൊണ്ട് ഈ ഒരു നോമ്പ് നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായിട്ട് മാറണം. നോമ്പ് കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള തിരുനാളുകൾ, ആഘോഷങ്ങളിലെല്ലാം ഈ വിശ്വാസം പ്രഖ്യാപിക്കപ്പെടണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഒന്നാമത്തത് പ്രാർത്ഥനയും ആത്മപരിശോധനയും ഈ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൽ നമുക്കുണ്ടാകണം. അപ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കണം. ഒന്ന്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എപ്രകാരമാണ്. ശരിക്കും നോമ്പുകാലത്ത് കൃത്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവർ, ഒത്തിരി പേര് പള്ളി വരും. കുർബാനയ്ക്ക് കൃത്യമായിട്ട് ജനം വരുന്ന ഒരു കാലഘട്ടമാണ് നോമ്പുകാലം. ധ്യാന കേന്ദ്രങ്ങൾ മുഴുവൻ ജനം നിറയുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ അത് നോമ്പ് കാലഘട്ടത്തിലാണ്. തിരുനാൾ കാലഘട്ടങ്ങളിലേക്ക് എല്ലാ സ്ഥലം ശൂന്യമാണ്. കാരണം ആഘോഷങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കപ്പെടുന്നില്ല, എന്നാൽ ത്യാഗങ്ങളിലും പരിത്യാഗങ്ങളിലും പരിഹാരങ്ങളിലും വിശ്വാസം. അപ്പോൾ എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണേ? ഒരു വ്യക്തി വിശ്വാസത്തിൽ വളരണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ത്യാഗ പരിത്യാഗ ജീവിതങ്ങൾ ഉണ്ടായേ തീരൂ. അതുപോലെ തന്നെ ആത്മപരിശോധന ചെയ്യണം. നമ്മുടെ വിശ്വാസത്തെ എത്രമാത്രം നമ്മൾ പ്രകടിപ്പിച്ചു, അതിനെവിടേക്ക് ഏറ്റക്കുറച്ചുകൾ സംഭവിച്ചെന്ന്. പിന്നെ നല്ല പ്രവൃത്തികൾ ചെയ്യേണ്ട ഒരു കാലം, അതാണ് വിശ്വാസം. ഒരു ക്രിസ്ത്യാനിയുടെ നന്മകളെ പ്രഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. അപ്പോൾ അത് നമ്മൾ എത്രമാത്രം ഇനിയും ആഴത്തിൽ ചെയ്യാനുണ്ടെന്ന് ചിന്തിക്കണം. സ്വയം നിയന്ത്രണത്തിൻ്റെ കാലഘട്ടമാണ് വിശ്വാസം എന്നത്. സ്വയം നിയന്ത്രിക്കുമ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്ന. പ്രിയപ്പെട്ടവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ 22-ാം അധ്യായം 19-ാം വാക്യം പറയാം, കർത്താവിൽ വിശ്വാസം അർപ്പിക്കേണ്ടതിന് ഇന്നു ഞാൻ അവയെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വചനം പറയാണ്, കർത്താവിൽ വിശ്വാസം അർപ്പിക്കേണ്ടതിന് ഞാൻ ഇന്ന് അവയെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം നമ്മൾ വെളിപ്പെടുത്തണം. അതിനെന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തെ ലോകത്ത്. അതാണ് വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ പ്രഖ്യാപനം. രണ്ടാമത്തത്, വിശ്വാസം ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ജീവിക്കണം. വിശ്വാസം ജീവിക്കാനുള്ളതാണ്. ജീവിതത്തെ പ്രഖ്യാപിക്കുമ്പോൾ അത് ജീവിതമായിട്ട് അനേകർക്ക് വരും. മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 4-ാം തിരുവചനം പറയുക, അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ജീവിച്ചതാണ്. ഈശോ ഈ വചനത്തെ സാത്താൻ്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഈ ഭക്ഷണമല്ല പ്രധാനപ്പെട്ടത്, ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ വചനവുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് തിരിച്ചറിയാം, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കണം. മൂന്നാമത്തത്, വിശ്വാസം പകർന്നു കൊടുക്കുക. ഇന്ന് തലമുറകൾക്ക് നമ്മൾ വിശ്വാസം പകർന്നു കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നോമ്പ് കാലഘട്ടങ്ങളിൽ കുട്ടികൾക്ക് പള്ളികളിൽ ഈ ഷീറ്റുകൾ കിട്ടും, മുടങ്ങാതെ കുർബാനയ്ക്ക് വരുന്ന കൊച്ചിന് സമ്മാനം. തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ വിശ്വാസത്തിൽ അടുപ്പിക്കാനാണ് നല്ലതാണ്. എന്നാൽ എന്തിനാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ കുർബാനയ്ക്ക് വരേണ്ടത്? എന്തിനാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കടമ കൂടിയും ഇന്ന് സഭയുടെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കൾക്കും ഉണ്ട് എന്നുള്ളത് പ്രഖ്യാപനം. മതബോധന അധ്യാപകർക്കും ഉണ്ട്. അല്ലാതെ ഒരു ഗ്ലാസ് കിട്ടാനോ ഇത് കഴിഞ്ഞൊരു ടൂറ് കൊണ്ടുപോകാനോ മാത്രമായിട്ട് നോമ്പ് കാലത്ത് ടിക്കിടുന്ന ഒരു പേപ്പറായിട്ട് അത് മാറരുത്. കുട്ടികളോട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, കുഞ്ഞു മക്കളെ, നിങ്ങൾ എന്തിനാണ് ഈ പേപ്പറിൽ ഒപ്പിടുന്നത്? അച്ഛാ, ഇത് മുടങ്ങാതെ 50 ദിവസം വന്നാൽ ഞങ്ങൾക്ക് കാറ്റഗീസത്തിൽ ഫസ്റ്റ് കിട്ടും. കാറ്റഗീസത്തിലല്ല, അവൻ്റെ വിശ്വാസത്തിൽ ഫസ്റ്റ് കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ട് എന്ത് സമ്മാനം കൊടുത്താലും കുഴപ്പമില്ല. സമ്മാനത്തിൻ്റെ പ്രാധാന്യമല്ല നമുക്ക് പ്രധാനപ്പെട്ടത്, നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രാധാന്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം പറയാം, മത്തായി ശ്ലീഹയുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യം, അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട്, ആരുടെ? ആ തളർവാദ രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുൾ ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കുട്ടികൾക്ക് ഈ വിശ്വാസ ചൈതന്യം പകർന്നു കൊടുക്കുമ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ എന്തിനാണിത് ചെയ്യുന്നതെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഈശോ ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത് ആ തളർവാദ രോഗിയുടെ വിശ്വാസം കണ്ടിട്ടല്ല, ആ വ്യക്തിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സഭ ഈ നോമ്പിനും പരിഹാരത്തിനും വേണ്ടി കൊണ്ടുവരുമ്പോൾ കുഞ്ഞു മക്കൾക്ക്, യുവജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ആഘോഷിച്ച് ഇത്രയും നാൾ നടന്നില്ലേ, മറിച്ച് ദൈവത്തോട് കൂടെ ആയിരിക്കാൻ സഭ നമുക്ക് തരുന്ന ദൈവികമായ നിലപാടുകളുടെ സമയമാണ് നോമ്പ് കാലഘട്ടമെന്ന് കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ചെറുപ്പത്തിലെ അത് പരിശീലിപ്പിക്കാൻ ഞാനും കടപ്പെട്ട സഭയ്ക്ക്, സഭയുടെ സമൂഹത്തിന് വലിയൊരു നിലപാടുണ്ട് പ്രിയപ്പെട്ടവരെ. അത് നമ്മൾ ഒരുങ്ങണം. രണ്ടാമത്തെ ഘട്ടത്തിൽ കിടക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞു വിശ്വാസത്തിൻ്റെ ഒരുക്കമാണ്. രണ്ടാമത്തെ നോമ്പ് കാലഘട്ടത്തിൽ ഒരു പ്രാർത്ഥനയുടെ ഒരുക്കം ഇന്ന് ശക്തമാകേണ്ട സമയമായിട്ടുണ്ട്.
പ്രത്യേകിച്ച് നോക്കുമ്പോൾ ശരിയാണ്, പ്രാർത്ഥനയുടെ സമയമാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കുരിശിൻ്റെ വഴി ചൊല്ലി ഇടവകകളിൽ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇടവക തോറും വലിയ പ്രാർത്ഥനകൾ, ആരാധനകൾ നടക്കുന്ന ഈ നോമ്പ് കാലഘട്ടത്തിലാണ്. കാരണം വേറെ വലിയ പരിപാടികളൊന്നും ഇടവകയിലും ഇല്ല, മറ്റ് സാഹചര്യങ്ങളിലും ഇല്ല. കാരണം ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഇടവകയിലും അല്ലെങ്കിൽ രൂപതയിലും പല കാര്യങ്ങളിലും നമുക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആത്മീയമായും ശാരീരികമായും നമ്മൾ ഒരുക്കപ്പെടണം ഒരു സമയമാണ്. അതുകൊണ്ട് ഇതെത്രമാത്രം എല്ലാവരിലേക്ക് എത്തുന്നുണ്ട്. കൺവെൻഷനുകൾ, ധ്യാന സമയങ്ങളാണ് ഈ കാലഘട്ടം. അപ്പോൾ പ്രാർത്ഥിക്കാനും ആത്മീയമായും ശാരീരികമായും ഒരുക്കപ്പെടണം. അതുകൊണ്ടാണ് നമ്മൾ നോമ്പെടുക്കണം. ശാരീരികമായ കുറേ കാര്യങ്ങളിലേക്ക് പോകാതെ ശരീരത്തെ തന്നെ നിയന്ത്രിക്കുക, ആത്മാവിനെ അതിന് രൂപപ്പെടുത്തുക, അത് പ്രാർത്ഥന വിഷയമാക്കി മാറ്റുക. പ്രിയപ്പെട്ടവരെ, ഈ 1 തിമോത്തിയോസ് പൗലോസ് ശ്ലീഹ 1 തിമോത്തിയോസ് ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 5-ാം വാക്യം പറയുന്നുണ്ട്, അവർ ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നു. അവർ ദൈവവചനത്താലും പ്രാർത്ഥനയാലും. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒന്നാമത് വേണ്ടത് വചനത്തിന് കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ, സഭയിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ഒരു നോമ്പ് കാലഘട്ടമായിട്ട് ഇത് മാറും. വചനം എത്രമാത്രം പ്രഘോഷിക്കപ്പെടുന്നു, വചനം എങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനം നമ്മൾ ഒത്തിരി കേൾക്കും, അത് മറ്റുള്ളവരെ അറിയിക്കേണ്ട കടമ നമുക്ക് കൂടിയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾക്ക് അറിയാലോ, പ്രാർത്ഥന ജീവിതത്തിന് ഒരു ഘട്ടമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വചനം ദൈവം നമുക്ക് തന്നു. നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റാറ്റസ് ആയിട്ട് ഇടാം. ചിലപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് കാണുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ കാണുന്ന ഒരു വ്യക്തിക്ക് ആ വചനം ചിലപ്പോൾ സ്പർശിക്കപ്പെട്ടവർ നമുക്ക് മാത്രമാവണമെന്നില്ല. അപ്പോൾ അതൊരു പ്രാർത്ഥന രീതി. നമ്മൾ വെറുതെ ഇടാൻ വേണ്ടിയിടുന്നല്ല, പ്രാർത്ഥിച്ച് ദൈവം തരുന്ന ഏതെങ്കിലും ഒരു വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നൊരിതാണ്. അതുകൊണ്ട് ദൈവവചനത്താലും പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞാലും പ്രാർത്ഥനയുടെ ആഴം കുറഞ്ഞു എന്നുള്ളതാണ്. ആഴത്തിലുള്ള ഒരു വലയിറുക്കൽ ഇന്നത്തെ കാലത്ത് പ്രാർത്ഥനയില്ല. അത് ഒത്തിരി പേരിലില്ല എന്നുള്ളൂ, കുറച്ച് പേരിലുണ്ട്. കുറേ പേരൊക്കെ ആഴത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ കുടുംബജീവൻ നയിക്കുന്ന ഇതൊക്കെ അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, അതുപോലെ യുവജനങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും അവർ എണ്ണത്തെക്കാൾ അഭിഷേകമുള്ളവരായിട്ട് മാറുന്നതായിട്ട് ഈ കാലഘട്ടത്തിൽ കാണുന്നു. അത് പ്രാർത്ഥനയുടെ സംവിധാനങ്ങൾ ഒരുക്കപ്പെടണം. ഒത്തിരി പ്രാർത്ഥിക്കാനുള്ള സംവിധാനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒരുക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ പ്രാർത്ഥനാ കൂട്ടായ്മകളുടെ ഭാഗമാകണം. ചിലപ്പോൾ നമ്മൾ ഈ നോമ്പ് കാലത്തിൽ ചെറിയ പ്രാർത്ഥന കൂട്ടായ്മ ഗ്രൂപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം എന്ന് പറയുന്ന പ്രാർത്ഥന 1000 പ്രാവശ്യം നമ്മൾ ഇടുന്നു. അപ്പോൾ ഒരു 10 പ്രാവശ്യം നമ്മൾ ചെല്ലുന്നു. അങ്ങനെ ചെറിയ കൂട്ടായ്മകൾ, അതൊക്കെ നമുക്ക് ഒത്തിരി വരും. നമ്മൾ പാപത്തിൻ്റെ കുറേ കൂട്ടായ്മകൾ ലോകത്തുള്ളതുപോലെ കൃപയുടെ കൂട്ടായ്മകളിൽ ഭാഗമാക്കുവാൻ ഈ നോമ്പ് കാലഘട്ടം നമ്മൾ ഒത്തിരി സഹായിക്കും. അതുകൊണ്ട് 2 തിമോത്തിയോസ് 1-ാം അധ്യായം 3-ാം വാക്യം, പൗലോസ് ശ്ലീഹ 2 തിമോത്തിയോസിൽ 1-ാം അധ്യായം 3-ാം വാക്യം പറയാണ്, രാവും പകലും എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ സദാ നിന്നെ സ്മരിക്കുമ്പോൾ എൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ നിർമ്മല മനസാക്ഷിയോടുകൂടെ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. വചനം പറയാണ്, രാവും പകലും എൻ്റെ പ്രാർത്ഥനകളിൽ സദാ ഞാൻ നിന്നെ ആരെ? ദൈവത്തെ സ്മരിക്കുന്നു. എന്നിട്ട് പറയുക, എൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ നിർമ്മലമായ മനസാക്ഷിയോടുകൂടെ ഞാൻ ദൈവത്തെ ആരാധിച്ച് നന്ദി പറയും. അതാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഘട്ടം, പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമ്മൾ ഈ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3-ാമത്തെ ഘട്ടത്തിൽ കിടക്കാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞു വിശ്വാസത്തോടെയുള്ള ഒരുക്കം, 2 പ്രാർത്ഥനയോടുള്ള ഒരുക്കം, 3-ാമത്തത് നമുക്ക് പരിഹാരത്തിൻ്റെ ഒരുക്കം. ഈ കാലഘട്ടത്തിൽ വളരെ നോമ്പ് കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു വലിയ പ്രവൃത്തി, ബാക്കിയെല്ലാം നമുക്ക് മറ്റ് കാലഘട്ടങ്ങളിൽ ചെയ്യുമ്പോഴും ഈ കാലഘട്ടത്തിൽ, നോമ്പ് കാലഘട്ടത്തിൽ മനുഷ്യൻ ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പരിഹാരത്തിൻ്റെ ഒരുക്കം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒന്നാമതായിട്ട് നമ്മൾ പരിഹാരം ചെയ്യണം. കാരണം പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു പാപം ചെയ്യുമ്പോൾ അതിനൊരു ശിക്ഷാവിധിയുണ്ട്, ഒരു ശിക്ഷയുണ്ട്. ഏതൊരു പാപത്തിനും അതിൻ്റെതായ ശിക്ഷ അതിലുണ്ട്. എന്നാൽ അത് കുമ്പസാരിക്കുമ്പോൾ അതിലുള്ള നിത്യശിക്ഷ, ഒരു പാപത്തിന് ദൈവം നിശ്ചയിച്ചിട്ടുള്ള നിത്യശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു. ജഡ്ജ്മെൻ്റൽ പണിഷ്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ ടെമ്പറൽ പണിഷ്മെൻറ്റ്, അതിൻ്റെ കാലികമായ ശിക്ഷ അവിടെ കിടപ്പുണ്ട്. അതിനെന്ത് ചെയ്യണം? നമ്മുടെ കുരിശിൻ്റെ വഴികൾ, പരിഹാര പ്രാർത്ഥനകൾ, പൂർണ്ണദണ്ഡ വിമോചനങ്ങൾ, അത് സ്വീകരിച്ച് മനുഷ്യൻ തൻ്റെ പാപത്തെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കുരിശിലെ ബലിയോട് ചേർത്ത് വെച്ച് പൂർണ്ണ പരിഹാരത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ പരിഹാരം
പാപത്തിനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. അതാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത്. അത് പാപ പരിഹാരത്തിനുള്ള ബലിയാണ്. ഒരു വ്യക്തി ബലിയർപ്പിക്കുമ്പോൾ അവൻ്റെ തന്നെ പാപത്തിന് യേശുവിൻ്റെ രക്തം വഴി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ പരിഹാരം ചെയ്യണം. പ്രഭാഷകന്റെ പുസ്തകം 9-ാം അധ്യായം 5-ാം തിരുവചനം പറയുകയാണ്, കന്യകകളുടെ മേൽ കണ്ണു വയ്ക്കരുത്, നീ കാലിടറി വീഴും, പരിഹാരം ചെയ്യേണ്ടി വരും. ഒരു സ്ത്രീയുടെ മേൽ, ഒരു കന്യകയായ സ്ത്രീയുടെ മേൽ നീ കണ്ണു വെക്കരുത്, നീ കാലിടറി വീഴും, പരിഹാരം ചെയ്യേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കുമ്പോൾ പരിഹാരമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏതൊരു പാപത്തിനും നമ്മുടെ ജീവിതത്തിൽ പരിഹാരം ചെയ്തേ തീർക്കൂ. അതുകൊണ്ട് വചനം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് വരെ കുമ്പസാരിച്ച പാപങ്ങൾക്ക് ഒരു പരിഹാരം ചെയ്യാൻ, ഒരു പരിത്യാഗം ചെയ്യാൻ നമ്മൾ തീരുമാനമെടുക്കണം. അവിടെ ദൈവജനമേ, നമ്മുടെ മേലുള്ള സകല ശാപങ്ങളുടെയും പാപങ്ങളുടെയും അരൂപികൾ എന്നേക്കുമായിട്ട് അഴിയും. അതുകൊണ്ട് ഏതൊരു പരിഹാരം, വിശുദ്ധര് നമ്മളെ പഠിപ്പിക്കുന്നത് പരിഹാര മാർഗങ്ങളിലൂടെ ദൈവത്തിന് സംപ്രീതരാകുക, പരിഹാര മാർഗങ്ങളിലൂടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, രണ്ടാമത്തെ കാര്യം ആത്മാക്കളുടെ പരിഹാരം. നമ്മൾ നമ്മുടെ തന്നെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുമ്പോൾ ആത്മരക്ഷ സാധ്യമെങ്കിൽ, നമ്മൾ മറ്റുള്ളവരുടെ പാപങ്ങൾ കൂടി പരിഹാരം ചെയ്യുമെങ്കിൽ അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമാകും. രണ്ട് രീതി ചെയ്യാം. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ പാപങ്ങൾക്ക്. രണ്ട്, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിഹാരം ചെയ്യേണ്ട അതുകൊണ്ടാണ് സഭയിൽ ഇതിനു വേണ്ടിയിട്ട് നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു 50 നോമ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദൈവകരുണയുടെ തിരുനാളിന് ഒരുങ്ങുന്നത്, പിന്നെ താഴ്ച. അപ്പോൾ ശരിക്കും ഈ നോമ്പ് കാലഘട്ടം ഒരു കരുണയുടെ കാലഘട്ടമാണ്. മറ്റുള്ളവരുടെ ഫൗസ്റ്റീന പുണ്യവതിയോട് പറഞ്ഞ പോലെ, നീ പാപികളായ എല്ലാവരുടെയും ആത്മാക്കളെ കരുണക്കടലിൽ കൊണ്ടുവയ്ക്ക്, അവർ അതിൽ കുളിക്കട്ടെ, അതിലവർ മുങ്ങി എഴുന്നേക്കട്ടെ, അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ വിശ്വാസത്തിന്റെ ആഴം വർദ്ധിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാക്കളുടെ പരിഹാരങ്ങൾ ഈ കാലഘട്ടം നമ്മൾ ചെയ്യണം, കണ്ടറിഞ്ഞ് ചെയ്യണം. നമ്മുടെ നാട്ടിലോ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോയവർ അല്ലെങ്കിൽ പാപത്ത് വീണ് കിടക്കുന്നവരെ ഓർത്ത് നമ്മൾ കുരിശിൻ്റെ വഴി ചെല്ലുമ്പോൾ, മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ത്യാഗം ചെയ്യുമ്പോൾ, ചിലത് വേണ്ടെന്ന് വയ്ക്കുമ്പോൾ അവർക്കറിയില്ല, അവർ ഈശോയെ അറിഞ്ഞിട്ടില്ല, അവർക്ക് ഈശോയെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളില്ല. അതുകൊണ്ട് സാഹചര്യമുള്ള ഞാൻ അവർക്ക് വേണ്ടി, അവർക്ക് പകരമായി പ്രാർത്ഥിക്കാൻ തയ്യാറെടുക്കുമ്പോൾ എൻ്റെ തന്നെ ശുദ്ധീകരണത്തിനും അവരുടെ ശുദ്ധീകരണത്തിനും ദൈവം അത് കാരണമാക്കും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 45-ാം അധ്യായം 16-ാം തിരുവചനം, ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായ കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം പറയുക, നമ്മളേക്കും ദൈവം ഈ സ്മരണാംശമായ കുന്തിരിക്കം, പാപത്തിൻ്റെ ജീവിതത്തെ കാണിക്കുന്ന ഒരു പ്രതീകമാണ് ബലിപീഠത്തിൽ കുന്തിരിക്കം പുകയ്ക്കുമ്പോൾ മനുഷ്യൻ്റെ പാപത്തെ ബലിപീഠത്തിൽ കാഴ്ചവെച്ച് അതിനെ പരിഹാരമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒരുങ്ങണം. 1 യോഹന്നാൻ 2-ാം അധ്യായം 2-ാം വാക്യം പറയുകയാണ്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. ഈശോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. അതുകൊണ്ട് മറ്റു മതത്തിലുള്ളവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ കുറവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് അവകാശമുണ്ട്, ഒരു ക്രിസ്ത്യാനിക്ക് കടമയുണ്ട്, ഒരു ക്രിസ്ത്യാനിക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം പറയുക, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ, അതുകൊണ്ട് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിൻ്റെ യോഗ്യതയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദികൾക്ക് വേണ്ടി, അതുപോലെ എത്തീസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ ബ്ലാക്ക് മാസിൽ പോയവർക്ക് വേണ്ടിയിട്ട്, നിരീശ്വരവാദികൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ നഷ്ടപ്പെടുന്ന ലോകത്തിലെ ഒരു മനുഷ്യർക്ക് വേണ്ടിയിട്ട്, മരണം സംഭവിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ നിയോഗിച്ച് വിട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ സഭയുടെ പാപപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നും സഭ പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ അവയവങ്ങൾക്ക് തെറ്റ് പറ്റുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. സഭയിൽ പല കാര്യങ്ങൾക്ക്, പല പ്രശ്നങ്ങൾ, പല യോഗങ്ങൾ, പല തീരുമാനങ്ങൾ തെറ്റുപറ്റുന്നുണ്ട്. അതുകൊണ്ട് സഭയ്ക്ക് പറ്റിയ തെറ്റ് നമുക്ക് പറ്റിയ തെറ്റ് പോലെ നമ്മൾ കാണണം. അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി പാപ പരിഹാര ബലികൾ അർപ്പിക്കണം. ബലിപീഠങ്ങളിലുണ്ടായ കുറവുകൾക്ക് വേണ്ടി നമ്മൾ ബലിപീഠത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ മരിച്ചവരുടെ ഗാനം പാടുമ്പോൾ അതിൽ പാടും, ബലിപീഠത്തിൽ കൂടുചമയ്ക്കും പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ,
കൂടുതകർത്ത പ്രാക്കണയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ, നിൻ ദിവ്യനിണത്താൽ നേടിയ സഭയെ കൈവിടിയല്ലേ. പ്രിയപ്പെട്ടവരെ, സഭയെ കൈവിടാതിരിക്കാൻ ആ ബലിപീഠത്തോട് ചേർന്ന് പ്രാർത്ഥിക്കണം. സഭയിൽ തെറ്റുപറ്റുമ്പോൾ അതിനെ വിധിക്കാൻ അനേകരുണ്ട്, അതിനുവേണ്ടി പരിഹാരം ചെയ്യാൻ ആരുമില്ലാത്ത കാലഘട്ടം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭയ്ക്ക് വേണ്ടി ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാനും നിങ്ങൾ എടുക്കുന്ന പരിഹാരങ്ങളോട് സഭയുടെ ഈറ്റുനോവുകളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയണം. അതുകൊണ്ട് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 26 തിരുവചനം പറയുക, 7 ദിവസത്തേക്ക് അവർ ബലിപീഠത്തിനു വേണ്ടി പരിഹാരം ചെയ്തു. 7 ദിവസത്തേക്ക് അവർ ബലിപീഠത്തിന് വേണ്ടി പരിഹാരം ചെയ്തു. അത് ശുദ്ധീകരിക്കുകയും അങ്ങനെ അതിനെ പുനഃപ്രതിഷ്ഠിക്കുകയും വേണം. പ്രതിഷ്ഠിക്കണം. നമ്മുടെ സഭയിലുള്ള കുറവുകളെ നമ്മൾ ബലിപീഠം. അതുകൊണ്ട് പ്രിയപ്പെട്ട, 7 ദിവസം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 7 ദിവസമുള്ളൂ. ഒരു വ്യക്തി 7 ദിവസവും വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ കൂദാശ ജീവിതങ്ങൾ കുറച്ച് ദിവസങ്ങളേക്ക് മാത്രമുള്ളല്ല, ദിവസം മുഴുവനും, മാസം മുഴുവനും, വർഷം മുഴുവനും എൻ്റെ ജീവിതത്തിൻ്റെ പരിഹാര ബലിയാകുന്ന ക്രിസ്തുവിൻ്റെ ബലിപീഠത്തോട് ചേർന്ന് നിന്ന് ഈ നോമ്പ് കാലഘട്ടത്തിൽ എല്ലാവരും കൃത്യമാണ്. 50 ദിവസം കുർബാനയ്ക്ക് പോകുന്ന ചേട്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 51-ാം ദിവസം കൂടി മദ്യപിച്ച് പിന്നെ പള്ളിയിൽ പോവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട, തീരുമാനങ്ങൾ നമ്മൾ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ അതുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 4-മത്തെ നമ്മൾ എടുക്കേണ്ട ഒരുക്കമാണ് വിശുദ്ധ ജീവിതത്തിൻ്റെ ഒരുക്കം. അത് എളിമയുടെ ഒരുക്കമാണ്. വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ എളിമയിൽ എത്രമാത്രം നമുക്ക് ഒരുങ്ങാൻ പറ്റും, ക്ഷമയോടെ എത്രമാത്രം ഒരുങ്ങാൻ പറ്റും, ആത്മീയ കൃപകളോടെ എത്രമാത്രം ഒരുങ്ങാൻ പറ്റും. ഈ 3 ഒരുക്കങ്ങൾ നമുക്ക് വേണം. 1 എളിമയുടെ ഒരുക്കം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരുക്കം, 2 ക്ഷമയുടെ ഒരുക്കം, 3 ആത്മീയ കൃപകളുടെ ഒരുക്കം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതം നയിക്കുന്നവർ ഈ ഒരു ഒരുക്കം വേണം. ആത്മീയ കൃപകൾ നമുക്ക് വേണം. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തെ അതിജീവിക്കാനുള്ള ശക്തി പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം ഇന്നൊരു അതിജീവനത്തിൻ്റെ കാലഘട്ടമാണ്. സഹനങ്ങളെല്ലാം മാറില്ല, സഹനങ്ങളെല്ലാം അതിജീവിക്കാം. രോഗങ്ങളെല്ലാം മാറില്ല, എന്നാൽ രോഗങ്ങളെ നമുക്ക് അതിജീവിക്കാം. പ്രശ്നങ്ങളെല്ലാം മാറില്ല, എന്നാൽ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട, ഒരുക്കങ്ങൾ എളിമയോടും ക്ഷമയോടും ആത്മീയ വരങ്ങളോടും കൂടിയാകാൻ ഈ കാലഘട്ടം വിശുദ്ധ ജീവിതത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 23 മുതൽ 29 വാക്യങ്ങൾ. സർവശക്തൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ, നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ, സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതീരത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ, സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആണെങ്കിൽ, നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും, നിന്റെ തീരുമാനങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യും. നിന്റെ പാദങ്ങൾ പ്രകാശിക്കുകയും ചെയ്യും. എന്തെന്നാൽ ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിമയുള്ളവനെ രക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ജോബിൻ്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായി പറഞ്ഞൊരു വചനമാണ്. എന്താണ്? സർവശക്തൻ്റെ സന്നിധിയിൽ തിരിച്ചു വരാനുള്ളൊരു എളിമ നീ കാണിക്കണം. നീ അഹങ്കാരിയായിട്ട് നിൽക്കരുത്. നിന്റെ സ്വർണമോ വെള്ളിയോ ഒന്നും ദൈവത്തിന് വേണ്ട, നിന്റെ പണക്കൂറ്റ് ദൈവത്തിന് വേണ്ട. മറിച്ച് എളിമയോടെ ദൈവസന്നിധിയിൽ നിന്നാൽ ദൈവം പറയുക, നീ അർപ്പിക്കുന്ന നേർച്ചകൾക്ക് ഞാൻ അത് നിറവേറ്റി തരും. നീ ഒരു നിയോഗം വെച്ചാൽ അത് ഞാൻ സാധിച്ചു തരും. അതിന് വേണ്ടത് പ്രിയപ്പെട്ടവരെ എളിമ എന്ന പുണ്യത്തിൻ്റെ കൃപയാണ്. നമുക്ക് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവം എല്ലാം സാധിച്ചു തരാൻ ആഗ്രഹിക്കുകയും ദൈവസന്നിധിയിൽ വിശുദ്ധ ജീവിതം നയിക്കാതിരിക്കുന്ന ഒരു ദൈവജനത്തിൻ്റെ അവസ്ഥ നമ്മിലുണ്ട്. പ്രിയപ്പെട്ടവരെ, 2 സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം. 2 സാമുവേൽ 12:13 പറയുക, ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്തു പോയി. ദാവീദിനോട് നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. നീ തെറ്റ് ചെയ്തു എന്ന ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന അതേ നിമിഷം തന്നെ ആ പ്രവാചകൻ അദ്ദേഹത്തോട് പറയുക, ദൈവം നിന്റെ പാപം നീ മരിക്കില്ല. നീ ഇപ്പോൾ അനുദപിച്ചപ്പോൾ നീ ജീവനിലേക്ക് പ്രവേശിച്ചു. പാപം നിന്നിൽ മരണമാണെങ്കിലും നിന്റെ ജീവിതത്തിൽ കൃപ നിറഞ്ഞപ്പോൾ നീ ശക്തനായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 1:23 പറയുക, ക്ഷമാശീലന് കുറച്ച് കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരുള്ളൂ. ഒരു ക്ഷമിക്കുന്ന മനുഷ്യന്, പാപത്തെക്കുറിച്ച് മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന ഒരു മനുഷ്യന് കുറച്ചു കാലത്ത് മാത്രമേ സഹിക്കേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞാൽ അവൻ്റെ മുൻപിൽ സന്തോഷം പൊട്ടിവിടരും. അവസാനത്തെ 5-ാമത്തെ ഒരുക്കമാണ് നിത്യജീവനിലേക്കുള്ള ഒരുക്കം. ഇതാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ഈ ഒരു മിനിസ്ട്രി അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ നമ്മൾ എത്തിച്ചേരുന്നത് ഈ നിത്യജീവനിലേക്കാണ് ഈ 50 ദിവസം കഴിയുമ്പോൾ. പ്രിയപ്പെട്ടവരെ, മത്തായി ശ്ലീഹയുടെ സുവിശേഷം 19:29 വചനം പറയാം,
എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരനെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും, അവന് നിത്യജീവൻ അവകാശമാകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അവകാശമാകുന്ന നിത്യജീവൻ നമ്മൾ സ്വന്തമാക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 പറയുക, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ ഉണ്ടാകേണ്ടത് മനുഷ്യപുത്രൻ അവൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പാപത്തിൽ മരിച്ച് ഉയർക്കണം. പാപം എന്ന അവസ്ഥയെ നമ്മൾ ഈ 50 നോമ്പ് കഴിയുമ്പോൾ പരിഹാര പരിത്യാഗ ജീവിതങ്ങളിലൂടെ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തണം. 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം നിത്യജീവനാണ്. നമുക്ക് കരങ്ങൾ കൂപ്പാം പ്രിയപ്പെട്ടവരെ. ഈ 5 ഒരുക്കങ്ങളിലൂടെ, ഈ 50 നോമ്പ്, ഈ കാലഘട്ടത്തിൻ്റെ വലിയ പ്രത്യാശയോടെ ഈ നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും കൃപയും അനുഗ്രഹമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, പരിഹാരത്തിലൂടെ, അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവനിലൂടെ ഒരുക്കത്തോടെ ഞങ്ങൾ ഒരുങ്ങുവാൻ കൃപ നൽകി ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അങ്ങയുടെ വചനം വഴി സ്ഥിരീകരിക്കപ്പെടുന്ന അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും തിരുസഭയോടും തിരുസഭയുടെ എല്ലാ മക്കളോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.